എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന പാഠമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീര യോദ്ധാവിൻ്റെ പ്രതിമയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. 1741 കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. യൂറോപ്യരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയരുമായുള്ള ആദ്യകാല സംഘർഷങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്. യൂറോപ്യരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. കേരളത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത്? എന്തായിരുന്നു കാരണങ്ങൾ? അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് പരിശോധിക്കാം. അടുത്ത ടോപ്പിക്കാണ് പടയൊരുക്കത്തിൽ കാഹളം മുഴങ്ങുന്നു. ഒട്ടും മറന്നില്ല ഞങ്ങൾ എന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, വിത്തിലെ ചെഞ്ചോര നീരിലി സ്വാതന്ത്ര്യ വിത്തുമുളപ്പിച്ച കർഷക വീരനെ, സ്വാതന്ത്ര്യലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളിയെങ്കിലും. പി കുഞ്ഞിരാമൻ നായരുടെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങളാണിവ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു, ഒളിപ്പോർ നടത്തി. ഗോറില്ല വാർഫെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രം. കുറിച്ച നായകൻ തലക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈത്തേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത്. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇത്തരത്തിലുള്ള നടപടികളാണ് പഴശ്ശിരാജയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടത്. ഇനി എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാൽവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലംപതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിക്കുന്നതിനെക്കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണിത്. 1805 ഡിസംബർ 31. വിളംബരഘോഷം മുഴക്കിയ ദളവ.
18-ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് വെച്ച് ഡച്ചുകാർ പരാജയപ്പെടുന്നതും മുൻ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കുകയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിനിടയാക്കി. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ചനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ചനുമായി രഹസ്യ ധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെടുകയാണുണ്ടായത്. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമല്ലായിരുന്നെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ചൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് ദളവയ്ക്ക് തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. കുണ്ടറ വിളംബരം. കൊല്ലവർഷം 948 മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. കൊച്ചിയും പാലിയത്തച്ചനും. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടാൻ പ്രേരിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ചൻ എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ചൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ചൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തുനിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാടുകടത്തി. പാലിയത്തച്ചൻ. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ചൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ചന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. അടുത്തതാണ് കുറിച്യർ കലാപം. പ്രതിരോധത്തിൻ്റെ വീരഗാഥ. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പ്രരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് കണ്ടത്. എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്ന് നോക്കാം. ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു അവരുടെ നേതാവ്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ടാക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. കാർഷിക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചത്.
സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സഹോദരന്മാർ? ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണേ. എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണേ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മിയിലെ വരികളാണിവ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥയെ പ്രതിപാദിക്കുന്ന വരികളാണിവ. 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഇന്നു കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയ സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക് തുടങ്ങിയ ധാരാളം സാമൂഹിക തിന്മകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. സമൂഹത്തിലുണ്ടായിരുന്ന യുക്തിരഹിതമായ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയവരാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും നവോത്ഥാന ചിന്തയുമെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകി. നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് നമ്മുടെ നാട് ജന്മം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും. ആദ്യത്തേത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹമാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഇനി അടുത്ത നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അടുത്തത് പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രധാന സ്ഥാനീയനാണ് ഇദ്ദേഹം. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദേശവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ P. പൽപ്പു, TK മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഏത് ക്ഷേത്രത്തെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്തതാണ് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. അടുത്തതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. അപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനമാണേത്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അടുത്തതാണ് അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. അയ്യങ്കാളി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. അപ്പം അയ്യങ്കാളി നേതൃത്വം നൽകിയ സമരങ്ങളായിരുന്നു വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമായിരുന്നു സാധുജന പരിപാലന സംഘം. അടുത്തയാളാണ് മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അടുത്ത നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അടുത്ത നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം VT ഭട്ടതിരിപ്പാട് രചിച്ചതാണ്.
VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. അടുത്ത നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. കവിയും നാടകകൃത്തുമായി അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആരയ സമാജം. ഏതാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം? ആരയ സമാജം. അടുത്തത് വാഗ്ഭടാനന്ദനാണ്. യുക്തിയിലധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇവരെ കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും കാരണമായി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. മേൽമുണ്ട് സമരം. സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൻ്റെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഞാനത് വായിക്കാം. എല്ലാ മതത്തിലുള്ള ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്ത് കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിലെങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്ക കൊണ്ടു വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം. ഇതായിരുന്നു ആ വിളംബരം. ഈ വിളംബരത്തിന് കാരണമായ മേൽമുണ്ട് സമരത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. വൈക്കം സത്യാഗ്രഹം. അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. അതൊരു ബോർഡാണ്. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിലാണ് ഇങ്ങനെ എഴുതിയിരുന്നത്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിക്കപ്പെട്ടു. ഇത് സവർണ ജാഥ എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. K കേളപ്പൻ ക്ഷേത്രത്തിനു മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. അടുത്തതാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം അഥവാ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്.
1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. അടുത്തതാണ് പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനവും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. ദേശീയ ബോധത്തിന്റെ സമരജ്വാല. വരിക വരിക സഹചരി, സഹനസമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടക്കി പോക നാം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദൃഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാ. ഉപ്പ് നാം കുറുക്കണം, ആരു വന്നെതിർക്കിലും, അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണപിള്ള എഴുതിയ വരികളാണിവ. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയായി നീങ്ങി. വഴിനീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം എത്രമാത്രം ഊർജ്ജസ്വലമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയും ആയിരുന്നു ഇവരിൽ പ്രധാനപ്പെട്ടവർ. മലബാർ. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ അതിൻ്റെ അലയൊലികൾ കേരളത്തിലുമുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിംഗും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായി നടന്നു. ഗാന്ധിജി കേരളത്തിൽ. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് എത്തി. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികൾ ആണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപകാലത്തുണ്ടായ ദാരുണ സംഭവമാണത്. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്നും മലബാറിന് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി. യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റ് വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും മരണപ്പെട്ടു. മലബാർ കലാപം. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിണമിച്ചു. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. ജന്മിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരുൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു.
മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആലി മുസലിയാർ, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവർ. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മലബാർ കലാപകാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളായിരുന്നു ഇവ. ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായി ഇത് മാറി. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളുമടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 1942 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. കൊച്ചി. രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതു മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു. ഇലക്ട്രിസിറ്റി സമരം. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭമുണ്ടായി. സമരത്തെ ഗവൺമെൻറ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകമായി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയുമുണ്ടായി. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി. കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. നിവർത്തനം. സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ചു കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ ജനങ്ങളെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം. 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയൽ. സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം. 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായം അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ P പൽപ്പു ആണ്. നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നതായിരുന്നു ആവശ്യം. C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക്